ഈ 10-20,000 റുപ്യാണ് രാത്രിയും പകലും കൂടെ ചെക്കന്മാര് പിരിച്ചിട്ടുണ്ടാക്കിയത്. എന്നിട്ട് അവന് നിസ്സാരമായിട്ട് പോണു. 50ക്ക് 10 ഫ്ലെക്സ് കാണിച്ചു തരാം. രാത്രി വെച്ചതാണ് ബ്രസീലിന്റെ ചെക്കന്മാര്. രാത്രിയും പകലും നിന്ന് അടിച്ച്. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ പാലക്കാട് ഫുട്ബോൾ ഫാൻസുകാർ വെച്ച ഫ്ലെക്സ് ഒരു അന്യസംസ്ഥാന തൊഴിലാളി വന്ന് കീറിച്ചതാണ്. ബ്രസീൽ ടീമിൻ്റെ ഫ്ലെക്സ് ആണ് അവൻ ആദ്യം വലിച്ചു കീറിയത്. പക്ഷെ അതിൽ ആ വീഡിയോയിൽ കാണാം അർജന്റീന ഫാൻസിലെ പിള്ളേരാണ് പോയി ഇടപെടുന്നത്. അവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ആരോഗ്യകരമായിട്ടുള്ള ഒരു സമീപനമാണ്. ബ്രസീൽ ടീമിൻ്റെ ഫ്ലെക്സ് വലിച്ചു കയറിയപ്പോൾ അർജന്റീന ടീമുകാരുടെ ഫാൻസുകാരെ പെട്ടെന്ന് ഇടപെട്ടെന്നുള്ളതാണ് പിള്ളേരാണെങ്കിൽ. ഇതിപ്പോൾ ഫുട്ബോൾ ഫീവറുള്ള ഒരു സമയമാണല്ലോ. മുക്കിന് ഫ്ലെക്സ് വെച്ചിട്ട്, അതായത് ബ്രസീൽ, അർജന്റീന, ജർമ്മനി എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇതൊരു ആരോഗ്യകരമായിട്ടുള്ളൊരു സമീപനമായിരിക്കണം. അല്ലാതെ ശത്രുത വളർത്താനുള്ള ഒരു സംഭവമായിട്ട് ഈ ഫുട്ബോളിനെ, ഈ സ്പോർട്സിനെ കാണരുത് എന്നാണ്. ഇത് പറയാൻ എന്താ കാരണം എന്ന് വെച്ചാൽ, ഇന്ത്യ പാകിസ്ഥാൻ വുമൻസ് ക്രിക്കറ്റ് മാച്ച് നടക്കുന്നതിന് മുന്നായിട്ട്, ടോസ് ഇടുന്നതിന് മുന്നായിട്ട് ക്യാപ്റ്റൻസ് തമ്മിൽ ഹസ്തദാനം ചെയ്യുന്നില്ല, ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നില്ല. ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ അതാണോ? പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ ഈ സ്പോർട്സിലാണോ കാണിക്കേണ്ടത്? അപ്പോൾ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന മെസ്സേജ് എന്താണ്? അവർ നമ്മുടെ ശത്രുരാജ്യമാണ്, കൈ കൊടുക്കാൻ പാടില്ല. ഇന്ത്യയിലാണെങ്കിലും പാകിസ്ഥാനാണെങ്കിലും അവിടെയുള്ള കുട്ടികൾ ഇത് കാണുകയില്ലേ? ചെറുപ്പം മുതലേ വെറുപ്പ് മനസ്സിൽ വിതയ്ക്കപ്പെടുകയില്ലേ? പാകിസ്ഥാൻ നമ്മുടെ അയൽ രാജ്യമാണ് എന്നാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്. തീവ്രവാദികളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, അതെല്ലാം ഒരു സൈഡിലുണ്ട്. പക്ഷെ വിദ്വേഷത്തിൻ്റെ വിത്ത് വിതയ്ക്കരുത്. അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ക്രിക്കറ്റ് കളിക്കരുത്, അല്ലേ?